വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാകാത്തതിൽ തിരുവനന്തപുരത്ത് വോട്ടർമാരുടെ പ്രതിഷേധം. ബാലരാമപുരം മംഗലത്തുകോണം LMS LP സ്കൂളിലാണ് ഈ പ്രതിഷേധം. വോട്ട് ചെയ്യാൻ ഇനിയും ആളുകൾ കാത്തുനിൽക്കുകയാണ്. അവിടെ ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവാണ് വോട്ടിംഗ് പ്രക്രിയ വൈകിയതിന് കാരണമെന്നാണ് വോട്ടർമാർ ആരോപിക്കുന്നത്. ഹരികൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. ഹരികൃഷ്ണൻ, എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? വോട്ടർമാർക്ക് കനത്ത പ്രതിഷേധമാണോ? ഈ പ്രശ്നം പരിഹരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? ഗോപി, അല്പസമയം മുമ്പ് ഈ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. അതായത് കുറേ സമയമായി ഈ വോട്ടർമാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ ബാലരാമപുരം എന്ന് പറയുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം കൂടിയാണ്. അവിടെ ഈ വൈകുന്നേരം മുതൽ, അതായത് ഈ പോളിംഗ് സമയം അവസാനിച്ച സമയത്ത് സ്ലിപ്പ് നൽകിയവർ കാത്തു നിൽക്കുകയായിരുന്നു. ഏകദേശം 2.5 മണിക്കൂറോളം, 8:30-9 മണിയായിട്ടും ഇവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ കാത്തു നിൽക്കാൻ കഴിയാത്ത വോട്ടർമാർ ചിലർ ഈ സ്ലിപ്പ് കിട്ടിയവർ തന്നെ തിരികെ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും അല്പസമയത്തിന് മുമ്പ് ഈ അധികൃതർ എത്തി സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. ഏകദേശം ഒരു 50 പേരോളം, അവസാനം ഈ 8:30-9 മണി ആ സമയത്തൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം 50 പേരോളം ഈ ക്യൂവിലുണ്ടായിരുന്നു. അവർക്ക് കൂടി വോട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം, ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. വോട്ടർമാർ രാവിലെ വോട്ടർമാർ പ്രധാനമായും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാവിലെ 7 മണിക്ക് വന്നവർ അത് പിന്നീട് അത് നീണ്ട ക്യൂ ആയതിനാൽ പിന്നെ ഉച്ചയ്ക്കും വന്നു, അതിനുശേഷം വൈകിട്ടും എത്തി. അപ്പോഴൊന്നും വോട്ട് ചെയ്യാൻ പറ്റിയില്ല, നീണ്ട ക്യൂ ആയിരുന്നു എന്നുള്ളതാണ്. വോട്ടർമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ പരിജ്ഞാനക്കുറവാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പ്രശ്നമൊന്നുമല്ല, ഇത് ഈ ഉദ്യോഗസ്ഥരുടെ ഒരു പരിജ്ഞാനക്കുറവ് കൊണ്ടാണ് ഇത്തരമൊരു സാങ്കേതിക പ്രശ്നം അല്ലെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്നുള്ള തരത്തിലാണ് അവർ പോലും സംസാരിക്കുന്നത്. ഏതായാലും ഒരു നീണ്ട ക്യൂ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഈ പോളിംഗ് സമയം അവസാനിച്ചതിന് ശേഷം ഏകദേശം 3 മണിക്കൂറോളം പിന്നെയും വോട്ടർമാർ കാത്തിരുന്നു എന്നുള്ളതാണ്. ആ വോട്ടർമാർ വോട്ട് ചെയ്തിട്ടേ മടങ്ങും എന്നുള്ളതാണ്. പക്ഷേ പ്രായമായ ആളുകളും മറ്റാളുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവർ കാത്തു നിൽക്കാൻ കഴിയാതെ മടങ്ങിപ്പോയവരുണ്ട്. സ്ലിപ്പ് ലഭിച്ചവരടക്കം മടങ്ങിപ്പോയൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും നിലവിൽ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ശരി, ഹരികൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. നിലവിൽ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെന്നാണ് ഹരികൃഷ്ണന്റെ റിപ്പോർട്ടിൽ പറയുന്നത്.